ആരോഗ്യവകുപ്പിനെതിരായ പ്രതിഷേധം കടുക്കുന്നതിനിടെ വിമർശനവുമായി CPM മുഖപത്രം. കോട്ടയം മെഡിക്കൽ കോളേജിലേത് ഒറ്റപ്പെട്ട സംഭവമെന്ന ദേശാഭിമാനി മുഖപ്രസംഗം മരണത്തെ മാധ്യമങ്ങൾ പെരുപ്പിച്ചു കാണിക്കുന്നു. പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ 9 വർഷം മുൻപ് അധികാരം നഷ്ടപ്പെട്ട അധികാര ദുർമോഹികളുടെ ഗൂഢശ്രമമുണ്ടെന്നും ന്യായീകരിക്കുന്നുണ്ട്. ആരോഗ്യമേഖല വെന്റിലേറ്ററിലാണെന്ന് വരുത്തി തീർക്കാനുള്ള പ്രചരണമാണ് നടക്കുന്നതെന്നും ന്യായീകരണം. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പ്രശാന്ത്, നമുക്കറിയാം ആരോഗ്യ വകുപ്പിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം കടുക്കുന്ന സാഹചര്യത്തിലാണ് ന്യായീകരണവുമായി CPM മുഖപ്രസംഗം ഉണ്ടായിരിക്കുന്നത്. മാത്രവുമല്ല, മാധ്യമങ്ങളെ പഴിചാരിക്കൊണ്ടാണ് ഇന്നത്തെ മുഖപ്രസംഗം വന്നിരിക്കുന്നത്, അല്ലേ? ദേവിക, സ്വാഭാവികമായും സർക്കാരും CPM ഒക്കെ പ്രതികൂട്ടിലാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്ന സമയത്തെല്ലാം CPM സ്വീകരിക്കുന്നതും അതോടൊപ്പം തന്നെ CPM-ൻ്റെ മുഖപത്രമായ ദേശാഭിമാനി സ്വീകരിക്കുന്നതുമായ സ്ഥിരം സമീപനം തന്നെയാണ് ഇത്തവണ കോട്ടയം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവങ്ങളും. സംസ്ഥാനത്തെ ആരോഗ്യ മേഖല തകർച്ചയിലേക്ക് പോകുന്നു. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിലെ തകർച്ചകൾ, ഈ വിഷയത്തിലെല്ലാം CPM മുഖപത്രം സ്വീകരിച്ചിരിക്കുന്നത് ഇത് തന്നെയാണ്. ഇപ്പോൾ ഇന്നാണ് CPM മുഖപത്രത്തിലെ വിമർശനം രൂക്ഷമായ ഭാഷയിൽ കോട്ടയത്തെ അപകടവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ മാധ്യമങ്ങൾ കരുതിക്കൂട്ടി ശ്രമിക്കുന്ന, അല്ലെങ്കിൽ മാധ്യമങ്ങൾ കരുതിക്കൂട്ടി സർക്കാരിനെ കരുതിവാരിത്തേക്കാൻ ശ്രമിക്കുന്ന ശ്രമങ്ങൾ എന്ന നിലയിലേക്കാണ് ഈ ലേഖനം കടക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷങ്ങളും സമരം നടത്തുന്നു. അതായത് കേരളം ആരോഗ്യപരമായി മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനമാണ്. മുന്നേറ്റം, ഒട്ടേറെ മേഖലകളിൽ മുന്നേറ്റം കൈവരിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്പർ 1 ആരോഗ്യ മേഖലയിൽ നമ്പർ 1 ആണ് കേരളം. അങ്ങനെയുള്ള കേരളത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടും തകർക്കുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടും കരിവാരിത്തേക്കുന്നതിൻ്റെ ഭാഗമായിട്ടുമാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളെന്നാണ് CPM-ൻ്റെ മുഖപത്രം പറയുന്നത്. മരണവ്യാപാരികളുടെ ആഭാസതൃത്വം എന്നതടക്കമുള്ളൊരു തലക്കെട്ട് കൂടി ഇത് നൽകുകയും ചെയ്തു. അങ്ങനെ ആ തലക്കെട്ട് കൂടിയാണ് ഇത്തരത്തിൽ ലേഖനം ആരംഭിക്കുന്നത്. അതിൽ മാധ്യമങ്ങളെയും ശക്തമായ രീതിയിൽ വിമർശിക്കുന്നുണ്ട്, രൂക്ഷമായ ഭാഷയിൽ മാധ്യമങ്ങളെ വിമർശിക്കുന്നുണ്ട്. അതായത് ഒറ്റപ്പെട്ട വിഷയങ്ങളെ എടുത്തു കാട്ടിക്കൊണ്ട്, പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് സർക്കാരിനെ കരിവാരിത്തേക്കാൻ ശ്രമിക്കുന്ന സമീപനമാണ് മാധ്യമങ്ങൾ സ്വീകരിക്കുന്നതെന്നടക്കമുള്ള കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധങ്ങളെയും CPM മുഖപത്രം രൂക്ഷമായി വിമർശിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ 9 വർഷം മുമ്പ് അധികാരം നഷ്ടപ്പെട്ട ഒരു പ്രസ്ഥാനത്തിൻ്റെ ദുശാഠ്യം എന്നടക്കമുള്ള പ്രയോഗങ്ങളും ഈ ലേഖനത്തിലൂടെ പറയുന്നുണ്ട്. സമരങ്ങളെ കണ്ടില്ല എന്ന് നടിക്കുന്ന സമീപനം കൂടിയാണ് ഈ CPM മുഖപത്രം സ്വീകരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് ഒരു കൂട്ടിരിപ്പുകാരി, തലയോലപ്പറമ്പ് സ്വദേശിയായ ബിന്ദുവിന് ജീവൻ നഷ്ടപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ടായത്. ഇതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും മന്ത്രി VN വാസവൻ്റെ ഭാഗത്തുനിന്നും ഗുരുതരമായിട്ടുള്ള വീഴ്ചയുണ്ടായിരുന്നു. ഈ മന്ത്രിമാരുടെ വീഴ്ചകളാണ് ഈ രക്ഷാപ്രവർത്തനമടക്കം നടത്തുന്നതിന് തടസ്സമായി നിന്നത്. സംഭവം നടന്ന മണിക്കൂറുകൾക്ക് ശേഷമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ആരുമില്ല എന്ന പ്രസ്താവന വലിയ രീതിയിൽ വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു. എന്നാൽ മരണം സംഭവിച്ചതിന് ശേഷം, ഈ ബിന്ദുവിൻ്റെ മരണം സംഭവിച്ചതിന് ശേഷം മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ആരോഗ്യമന്ത്രിയോ VN വാസവനോ അടക്കമുള്ളവർ അതിലൊരു പ്രതികരണം നടക്കാൻ തയ്യാറായില്ല. ഈ മരിച്ച ബിന്ദുവിൻ്റെ കുടുംബത്തെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും മുഖ്യമന്ത്രിയും തയ്യാറായില്ല. അന്നത്തെ ദിവസത്തെ മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പേജ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു സയൻസ് കോൺക്ലേവ് അല്ലെങ്കിൽ ഒരു സയൻസുമായി ബന്ധപ്പെട്ടൊരു പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ റീൽസ് ആയിരുന്നു ഈ മരണം നടന്നതിന് ശേഷം മുഖ്യമന്ത്രി തൻ്റെ ഫേസ്ബുക്കിലൂടെ അപ്ലോഡ് ചെയ്തത്. ഇങ്ങനെ ഈ മരണം നടന്നിട്ട് പോലും അതിൽ യാതൊരുവിധ പ്രതികരണങ്ങൾ പോലും സംസ്ഥാനത്തെ ഭരണകൂടങ്ങൾ നടത്തിയത് പോലുമില്ല. ഇതിനെതിരെ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉയരുന്നു. ആ വിമർശനങ്ങളെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യം കൂടി ഈ ലേഖനത്തിലുണ്ട് എന്ന് നമുക്ക് വേണം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അണികളെ തൃപ്തിപ്പെടുത്തേണ്ട ആവശ്യകതയും CPM-നുണ്ട്. അതുകൊണ്ടാണ് ഈ മരണത്തെ ന്യായീകരിച്ചും അല്ലെങ്കിൽ ഈ അപകടങ്ങളെ ന്യായീകരിച്ചും എല്ലാം ലേഖനം CPM മുഖപത്രം ദേശാഭിമാനി തയ്യാറാക്കിയിരിക്കുന്നത്. അതിൽ സംസ്ഥാനത്തെ നമ്പർ 1 ആയ ആരോഗ്യ കേരളത്തെ തകർക്കുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് പ്രതിപക്ഷ സമരങ്ങളെന്നും പറയുന്നത്. അതോടൊപ്പം തന്നെ പറയുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഈ കുത്തകകളായിട്ടുള്ള ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകൾ, ഇവിടെ സ്വകാര്യ മെഡിക്കൽ കോളേജുകളുണ്ട്. അങ്ങനെയുള്ള സ്വകാര്യ മെഡിക്കൽ കോളേജുകളെ സഹായിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മാധ്യമങ്ങളും പ്രതിപക്ഷ പാർട്ടികളും നിരന്തരം ഇത്തരം വാർത്തകളിലൂടെയും പ്രതിഷേധങ്ങളിലൂടെയും എല്ലാം സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയെ തകർക്കാൻ ശ്രമിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ലേഖനം അവസാനിപ്പിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും കാലം മറുപടി നൽകുമെന്നതടക്കമുള്ള കാര്യങ്ങളും ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്. കാരണം ഇത്തരം വാർത്തകളൊന്നും ജനങ്ങൾ കണ്ടില്ല എന്ന് നടിക്കും എന്നതടക്കമുള്ള കാര്യങ്ങളും പറയുന്നു.
ഇതേ ജനങ്ങൾ തന്നെയാണ് പ്രതിഷേധത്തിൽ എത്തി നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇതേ ജനങ്ങളാണ് പ്രതിഷേധിക്കുന്നത്. ഈ ആരോഗ്യ മേഖലയിൽ അല്ലെങ്കിൽ ആശുപത്രികൾ തോറും ചികിത്സ കിട്ടാതെ വലയുന്ന നൂറുകണക്കിന് ഇതേ ജനങ്ങളാണ് കഷ്ടപ്പെടുന്നത് എന്നിരിക്കെയാണ് ഈ CPM മുഖപത്രം കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ അപകടത്തെയും അതോടൊപ്പം തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ഇല്ലാത്തതുമായി ബന്ധപ്പെട്ട പരാതികളും അതേ തുടർന്നുണ്ടായ പ്രതിഷേധങ്ങളും അടക്കമുള്ള കാര്യങ്ങൾ, സമാനമായി മറ്റ് സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള സംവിധാനങ്ങളിൽ ജനങ്ങൾ വലയുന്ന സാഹചര്യം നിലനിൽക്കുന്നു. ഈ വിഷയത്തിലെല്ലാം ഒരു ന്യായീകരണവാദവുമായി രംഗത്തെത്തിയിരിക്കുന്നത്.